രാവിലെ മോനെ പള്ളി പറഞ്ഞയച്ച് വേഗം അടുപ്പത്ത് തീയൊക്കെ കൂട്ടി അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം നിസ്കരിക്കാൻ കയറി. നിസ്കരിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാക്കണം വെള്ളം നല്ല വെട്ടി തിളക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ 3 കോഴിമുട്ടയിട്ട് പുഴുങ്ങാനും വെച്ച് അതുപോലെ അരിയും അടുപ്പത്തൊക്കെ അങ്ങോട്ട് ഇട്ട്. പിന്നെയെന്ന് വെച്ചാൽ നല്ല തണുപ്പായത് കൊണ്ട് തന്നെ തീ കത്തിക്കുന്നത് കൊണ്ട് നല്ലൊരു സുഖം ഉണ്ടാവും കേട്ടോ. അടുപ്പിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ തണുപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസുമ്മ പോയിട്ട് കുറച്ച് പൊടിയെടുത്ത് വാട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം പത്തിരി കുഴക്കലും പരത്തലും ഒക്കെ കൂടി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി പോയി അടുപ്പിൽ പോയി ചൂടുകയും ചെയ്തിട്ടോ. അടുപ്പ് ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് നല്ല തീ അടുപ്പിൽ ഉണ്ടായാലും പിന്നെ ആണെങ്കിൽ നാലെണ്ണം അങ്ങനെ ഇട്ട് വേഗം ചുട്ടെടുക്കാനും സുഖം. എനിക്ക് പുറത്ത് അടുപ്പത്ത് നിന്ന് കേട്ടോ നല്ലോണം തീയെത്തണം. നല്ല തീയെത്തണ ഇതിലൊക്കെ കല്ലങ്ങോട്ട് വെച്ചിട്ട് അത് വേഗം ചുട്ടെടുക്കാറിന് അത് വേറെ തന്നെ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പത്തിരിക്കെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ചെറിയൊരു തക്കാളി അതുപോലെ ഒരു കഷ്ണം ഉള്ളിയും 2 പച്ചമുളകും വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതാക്കണം അടുപ്പത്ത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ കൂടി ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പുറത്തേക്ക് തിളപ്പിച്ച് ഒരു പിന്നെ ഓട്ടപാത്രത്തിൽ കൂറ്റുകയും ചെയ്തിട്ട് അടുപ്പത്തും വെച്ചിട്ട് ഞാൻ മിറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. മിറ്റ് അടിച്ച് വന്നപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വേഗം തേങ്ങ പാർന്നിട്ട് പിന്നെ പുഴുങ്ങാൻ വെച്ച കോഴിമുട്ട മുറിച്ചിട്ട് അതും അതിലൊക്കെ ഇട്ടിട്ടോ. അതിന് ഇതെല്ലാം കൂടി തൂമിച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ആയി രാവിലത്തെ എല്ലാ പണികളും കഴിച്ച് ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു. അത് നാളെ അന്ന് ഉച്ചക്കും എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഉമ്മാൻ്റെ വിളി. ചോറ് കിട്ടിയിട്ടില്ല സാധാ ഇന്ന് ജ്യേഷ്ഠന്മാരെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്തുള്ള ചോറ് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് കിട്ടിയിട്ടില്ല. വേഗം ഫ്രിഡ്ജിലൊരു മാന്തൾ ഉണ്ടായിരുന്നു. മാന്തളം മുറിച്ചിട്ട് ഞാൻ വേഗം ഒരു കറി ഉണ്ടാക്കിയിട്ടോ. മനസ്സിൽ പ്രാന്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ പണി ഇത് കഴിഞ്ഞ് ആറിനടുത്ത് നിന്ന് പിന്നെ വീണ്ടും പണി വരുമ്പോൾ ഒരു പ്രാന്താണല്ലോ. അതെല്ലാം കൂടി അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഇതാക്കണ വായക്കപ്പേരും അതുപോലെ മാന്തൽ കറിയും അതേമാതിരി ചോറ് പിന്നെ രാവിലെ ഉണ്ടാക്കിയ ചോറുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടി തറവാട്ടിൽ അങ്ങ് കൊണ്ടു കൊടുത്തിട്ടോ. അങ്ങനെ തറവാട്ടിൽ പോയി തിരിച്ച് വന്നപ്പോഴേക്കും ഉപ്പാൻ്റെ വിളിയിട്ടോ. ഉപ്പാക്ക് അർജൻറ്റായിട്ട് ചെറിയൊരു സംഭവം നോക്കാൻ പോകാണ്ട് അങ്ങനെ പോകണമെന്ന്. അപ്പോൾ ഞാൻ ചോറ് തിന്നിട്ടില്ലായിരുന്നു. വണ്ടി എടുത്ത് പാഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് വേഗം ചോറും കറിയങ്ങളും തിന്ന് പിന്നെ മാറ്റി ഒരുങ്ങിയിട്ട് വീണ്ടും ഞാൻ മുക്കത്തൊക്കെ തന്നെ പോയിട്ടോ. അങ്ങനെ പോയതെന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ വണ്ടി പാട്ടവണ്ടി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പാൻ്റെ വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ അപ്പം വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2026 വണ്ടിയൊക്കെ മാർച്ചൊക്കെ ആകുമ്പോഴേക്കേ ഇറങ്ങുള്ളൂ. അങ്ങനെ പിന്നെ ചില സാങ്കേതിക കാരണത്താൽ ഞങ്ങൾ ആ ഒരു ഉദ്ദേശം നമ്മളവിടെ പൂർത്തീകരിക്കാണ്ട് തിരിച്ചു പോരേണ്ടി വന്നിട്ടോ. പാട്ടറിഞ്ഞ് അങ്ങേ അറ്റത്ത് പാട്ടാട്ടോ. ഇതാണെങ്കിലോ ദുനിയാവുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. ഒരു സ്ഥലത്തും ചില സ്ഥലത്തൊന്നും ബസ് പോകേണ്ട സ്ഥലത്തും വണ്ടിയുമ്പോൾ പോകട്ടോ. അങ്ങനെ നല്ലോണം ഉപയോഗിച്ചൊരു വണ്ടിയാണ് കേട്ടോ അത്. നമ്മൾ ഉപയോഗിച്ച വണ്ടിനോട് അത്രയും മുഹബത്ത് നമുക്ക് ഉണ്ടാകും. പിന്നെ അത് അങ്ങോട്ട് വിൽക്കാൻ ഭയങ്കര പണിയാണല്ലോ അല്ലേ. അങ്ങനെ പിന്നെ മുക്കത്ത് വന്നപ്പോൾ നല്ലൊരു ഫാൻസിലേക്ക് കയറിയിട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉള്ളൊരു ഫാൻസി ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഫാൻസി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി വാങ്ങിട്ടോ. കാരണം വെച്ചാൽ പൈസ കയ്യിൽ നിൽക്കണേ ഇല്ല അതാന്ന് പറഞ്ഞിട്ട് തീർന്നു കേട്ടോ. അപ്പോൾ ലാപ്പ് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2,000-3,000 റുപ്യ നന്നാക്കണേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓൾക്ക് ലാപ്പ് കൊടുക്കുകയാണെങ്കിലും 2,000 പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നന്നാക്കിയും വേണ്ട എടുക്കുകയും വേണ്ട എൻ്റെ ലാപ്പ് ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ അവിടെ ഒരു പുതിയ ഷോപ്പ് കൊണ്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് തുണിയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെള്ളം തരാനും ആരും അന്നും ഇന്നും എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏതാനും വേണ്ടിയില്ല ഞാൻ വത്തക കൊണ്ടുപോയി വെച്ചത് കൊണ്ട് ദാഹം മാറ്റാൻ വേഗം വത്തക നല്ല ചുമന്ന വത്തക കേട്ടോ. കാരണം വെച്ചാൽ ചിലരൊക്കെ പറയുന്നത് കേൾക്കുക കയറി ചെല്ലുമ്പം ആരെങ്കിലുമൊക്കെ വെള്ളം തരാൻ പറയുന്ന കഥയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പൂതിയാവും. കാരണം അന്നൊന്നും കെട്ടിച്ച് അന്ന് മുതൽക്ക് ഇന്ന് വരെ നമ്മൾ വലിയ ആരോ ആയി മാറിയത് കൊണ്ടായിരിക്കാം ഒരു ചായ വെള്ളം തരാൻ എനിക്കറിയില്ല. ഞാൻ വിചാരിക്കും എനിക്ക് ചെറുപ്പക്കാലം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ വലുപ്പകാലം ഉണ്ടായത്. എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമുക്ക് കിട്ടിയ ഓരോ കൂടെ ഒരു എന്താ പറയുക അങ്ങനെ 2 ഗ്ലാസും 2 ടവലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സമാധാനമായി. ഇങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ല. അങ്ങനെ 2 ഗ്ലാസ് ഉണ്ടായിരുന്നു കിട്ടിയത് കേട്ടോ. അങ്ങനെ ഏതാനും 2 ഗ്ലാസും 2 ചെറിയൊരു ടവലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി എടുത്തിട്ട് വീട്ടിലേക്ക് നമ്മൾ തറവാട്ടിലേക്ക് വീണ്ടും പോവുകയാണ്. അങ്ങനെ അമ്മ പറഞ്ഞ എന്തോ നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് തറവാട്ടിലേക്ക് ക്ഷണിച്ചിട്ട് തറവാട്ടിലേക്ക് അങ്ങോട്ട് വീണ്ടും പോയി. അങ്ങനെ അവിടുന്ന് ഇമ്മൻ്റെ കാര്യങ്ങളെല്ലാം കൂടി പൂർത്തിയാക്കി നമ്മൾക്ക് തന്നെ 6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോനെ മദ്രസ പറഞ്ഞേക്കാണ്ട് മോൻ വീട്ടിൽ കുട്ടികളോട് കളിക്കാൻ പോയതാണ്. അപ്പോഴൊക്കെ വീട്ടിലെത്തേണ്ട കാരണത്താൽ വേഗം തിരിച്ച് തക്കണ തറവാട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയോണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പായാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഫോളോയും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരെ ബൈ.